ഹായ്, എസ് എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് പലരും പല രീതിയിലാണ് കാണുന്നത്. ചില ആളുകൾ അതിനെ ഒരു സ്പിരിച്വൽ രീതിയിലൊക്കെ കാണുന്നവരുണ്ട്. ചില ആളുകൾ അതിനെ നമ്മുടെ ഗോൾ സെറ്റിങ്, അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ്, ഇങ്ങനെയൊക്കെ ഇതുമായി കണക്ട് ചെയ്ത് കാണുന്ന ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ ചിലർക്ക് അത് നടക്കാറില്ല. അപ്പൊ ഇങ്ങനെ നടക്കാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന കാര്യം നടക്കണം, അത് പ്രാവർത്തികമായിട്ട് വരണം എന്നുള്ളതായിരിക്കുമല്ലോ നമ്മളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് ചില മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെ എന്തൊക്കെയായിരിക്കും ആ മിസ്റ്റേക്കുകൾ എന്നുള്ളത് മനസ്സിലാക്കി അത് തിരുത്താൻ നോക്കിയാൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ നടക്കാൻ സാധ്യതയുള്ളൂ. സോ നിങ്ങൾ അങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊക്കെ മറക്കാതിരിക്കാം. അപ്പൊ നമുക്ക് നോക്കാം മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻസ് കുറവായിരിക്കും എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. പകരം നമ്മൾ അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു എക്സാമിലും പാസ്സാവില്ല. നമുക്ക് ആഗ്രഹമുണ്ട്, ഇപ്പോൾ ഈ വരുന്ന ദിവസം ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്, അപ്പോൾ ഞാൻ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചാൽ മതി, ഞാൻ എക്സാം എഴുതുന്നതും അതുപോലെ ഞാൻ അതിൽ പാസ്സാവുന്നതൊക്കെ ആഗ്രഹിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എക്സാം എഴുതലും പാസ്സാവലും നടക്കുമോ? ഇല്ല. അതേപോലെ നമ്മൾ ഒട്ടും പഠിക്കാതെ ഒട്ടും പ്രിപ്പയർ ആവാതെ പോയി കഴിഞ്ഞാൽ ഭാഗ്യവശാൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നല്ലാതെ നമുക്ക് അങ്ങനെ കിട്ടാനുള്ള സാധ്യത കുറവാണ്, ജയിക്കാനുള്ള സാധ്യത കുറവാണ്. നമ്മൾ കുറച്ചൊക്കെ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. എല്ലാ കാര്യവും അങ്ങനെയാണ്. നിങ്ങൾക്കൊരു ജോലി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജോബിന് അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ആക്ഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. എങ്കിലേ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടായിരിക്കും, പ്രകൃതിയിൽ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയാണെങ്കിലും നമുക്കത് തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഒരു നീതി കാണിക്കണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണ്ടേ. അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല, ആഗ്രഹിക്കുന്ന മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കാൻ സാധ്യത കുറവ് തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നുള്ളത് അറിയോ? ചില ആളുകൾക്ക് അവരുടെ ലക്ഷ്യം എന്താണെന്ന് പോലും വ്യക്തമല്ല എന്നുള്ളതാണ്. കുറെ ആഗ്രഹങ്ങളുണ്ട്, 2-3 മനസ്സിൽ കിടപ്പുണ്ട്. അതിൽ ഏതാ നടക്കുക എന്നുള്ളത് അറിയൂല. ഇതിനു വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യണമെന്ന് അറിയൂല. ഒരു 2-3 വേണ്ടിയിട്ട് ഒരുമിച്ച് മാനിഫെസ്റ്റേഷൻ നടത്തണമുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. അതായത് ഒരേ സമയം 2 മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റായികയില്ല. നമ്മൾ കറക്റ്റായിട്ട്, അതായത് മാനിഫെസ്റ്റേഷനും ഒക്കെ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി അത്രയും നമ്മൾ ജെന്യുവനായിട്ട് ആഗ്രഹിക്കുകയും ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ 2 കാര്യമൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും കോൺസെൻട്രേഷൻ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ വലിയ രീതിയിൽ പ്രശ്നമൊന്നുമില്ല. എന്നാലും കൂടുതൽ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സമയം മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അപ്പം നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചില ആളുകൾക്ക് എന്ത് ആഗ്രഹിക്കണം എന്ന് പോലും അറിയില്ല. ചിലപ്പോൾ അവർക്കൊരു വീട് വലിയ സ്വപ്നമായിരിക്കാം, ഒരു കാറ് വലിയ സ്വപ്നമായിരിക്കാം, ജോലി സ്വപ്നമായിരിക്കാം. അപ്പൊ ഇതിൽ ഏതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം, എന്തിനു വേണ്ടി ഞാൻ ചെയ്യുന്നു എന്നുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്നുള്ളതാണ് അറിയോ? അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ആണ്. ചില കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം എന്നില്ല. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നതാണ്. ഇപ്പൊ ഒരാൾ നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവര് നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് നമ്മുടെ കൺട്രോളിൽ വരുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതെന്ന് വെച്ചാൽ നമുക്ക് അവരെ ഇഷ്ടപ്പെടുത്താൻ പറ്റില്ലേ എന്നുള്ളതൊന്നുമല്ല. അവരെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും അറിയാതെ, അതൊന്നും ചെയ്യാതെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു പേഴ്സണെ നമ്മളിലേക്ക് കൊണ്ടുവരാനോ ഇഷ്ടപ്പെടുത്താനോ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊരിക്കലും നടക്കില്ല എന്നുള്ളതല്ല. നമ്മൾ അതിനുവേണ്ടി മറ്റു പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നടക്കായികയില്ല. എന്നാൽ അങ്ങനെയൊന്നും ചെയ്യാതെ, അതായത് അവർ നമ്മളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് അതിങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മൾ അവരോട് ചെന്ന് ഇഷ്ടമാണെന്ന് പറയുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്നും നമ്മൾ കാണിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് അവർ നമ്മൾ ഇഷ്ടപ്പെടണം എന്നുള്ള എക്സ്പെക്ടേഷൻ ഉള്ളിൽ വെച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല. നേരെ മറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊരാള് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആഗ്രഹമുണ്ട്,
അതുപോലെ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള നിങ്ങളുടെ എക്സ് നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നടത്തിയെടുക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് പവർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ, അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഉദ്ദേശിക്കുന്നത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് വെച്ചുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ നടത്തി കഴിഞ്ഞാൽ, നിങ്ങളുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങൾ നടത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അതിനുവേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് നടക്കാനുള്ള സാധ്യത കുറവ് തന്നെയാണ്. നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻസ് ഇല്ല എന്നുള്ളതാണ്. അതായത് ക്ഷമയില്ല. ഇപ്പൊ നമുക്ക് ഒരു കാര്യം നമ്മൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിന് ചിലപ്പോൾ ടൈം എടുക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് നമ്മളിലേക്ക് വരുന്നൊരു കാര്യമല്ല, കുറേ സമയം എടുത്ത് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ലിം ആവണം എന്ന് ആഗ്രഹമുണ്ട്, ഓക്കെ, അത് നമുക്ക് ഒറ്റ ദിവസം കൂടെ നമുക്ക് സ്ലിം ആവാൻ പറ്റുമോ? ഇല്ല. അതായത് നമുക്ക് ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിന് നമ്മൾ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ക്ഷമയാണ്. അപ്പോൾ എല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. ക്ഷമയില്ലാതെ നമ്മളിങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് റിസൾട്ട് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പറ്റില്ല. കുറച്ച് സമയം എടുക്കും. അതിനുവേണ്ടി ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് നാൾ ചെയ്തിട്ട് നടക്കുന്നില്ല എന്ന് വിചാരിക്കുന്നതായിരിക്കാം, പക്ഷെ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അത് നടക്കാൻ സാധ്യതയുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ഷമയില്ലാതെ ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് നടക്കില്ല. അതുകൊണ്ട് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിനോട് ഇഷ്ടമുണ്ട്, പക്ഷെ ഒരേ സമയം നിങ്ങൾക്കൊരു പേടിയുണ്ട്. അതായത് ആ ഒരു നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, അത് നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ മറുവശത്ത് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് വല്ലാത്തൊരു പേടിയുണ്ട്. അതായത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ, ഇങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കാൻ ഒരു തടസ്സമാണ്. ഒരേ സമയം ആഗ്രഹവും അതിനെ തന്നെ ഒരേ സമയം നമുക്ക് പേടിയുമാണെന്നുണ്ടെങ്കിൽ അത് നടക്കാനായിട്ട് പ്രയാസമാണ്, നടക്കില്ല എന്നുള്ളതാണ്. നമുക്ക് അവിടെ ആഗ്രഹം മാത്രമാണ് വേണ്ടത്, പേടിയല്ല. ആഗ്രഹം അതിനു വേണ്ടി പ്രവർത്തിക്കുക, അതാണ് വേണ്ടത്. നമുക്ക് ഒരിക്കലും ആ ഒരു കാര്യത്തെക്കുറിച്ച് പേടി ഉണ്ടാവാൻ പാടില്ല. അതൊരു നെഗറ്റീവാണ്. അപ്പം നമുക്ക് ആ ഒരു കാര്യം നടക്കില്ല എന്നുള്ളതാണ്. സോ ഒരേ സമയം പോസിറ്റീവും നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ അവിടെ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ആയാലും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാൻ സാധ്യതയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സാധാരണ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതിന്റെ, അതായത് മാനിഫെസ്റ്റേഷൻ നടക്കാതിരിക്കുന്നതിന്റെ പുറകിലെ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. പിന്നെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഭാഗത്തുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെയാണ് ഇത്. അപ്പൊ എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. എന്നിട്ട് അതുപോലെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് ചോദിക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി പല രീതിയിലുള്ള ടെക്നിക്കുകൾ അവൈലബിൾ ആണ്. സോ അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്